സാംസർ വെൽനസ്. ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ റെഡ് ചില്ലി അഥവാ ചുവന്ന മുളകിലെ ഒരു പ്രത്യേക കമ്പോണൻറ്റിനെ പറ്റിയിട്ടാണ് ഉള്ളത്. ചുവന്ന മുളക് ചില ആളുകളിൽ, അതായത് GIT പ്രോബ്ലംസ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ പ്രോബ്ലംസ് ഉള്ള ആളുകളിൽ, വയറു സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആളുകളിൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് ബേണിങ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ബ്ലോട്ടിങ് ഉണ്ടാക്കും, വയറ് വീർത്ത പോലെ തോന്നും, ഇൻഫ്ലമേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് കാരണം ചൂട് അനുഭവപ്പെടും, ബേണിങ് ത്രൂ ഔട്ട് ദ GIT. അതായത് നമുക്ക് നമ്മുടെ ഈസോഫേഗസ് തൊട്ടിട്ട് റെക്റ്റം വരെ ബേണിങ് സെൻസേഷൻ ചില ആളുകളിൽ പറയാറുണ്ട്. ചുവന്ന മുളകിൽ വൈറ്റമിൻ C ഒക്കെ ഉണ്ട്, നമുക്ക് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഈസോഫേഗസ് തൊട്ടിട്ട് റെക്റ്റം വരെ ബേണിങ് സെൻസേഷൻ ചില ആളുകളിൽ പറയാറുണ്ട്. പ്രത്യേകിച്ചും ഗ്യാസ്ട്രിക് ഇൻഫ്ലമേഷൻ, ഗ്യാസ്ട്രൈറ്റിസ്, പ്രോക്ടൈറ്റിസ്, അതുപോലെ തന്നെ ഹെമറോയിഡ്സ്, പൈൽസ് ഒക്കെയുള്ള ആൾക്കാർ, ഗട്ട് ഹെൽത്ത് ജനറലി കുറച്ച് പ്രശ്നത്തിലായ ആൾക്കാരാണെങ്കിൽ ഇത് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യം ഒന്നും ഞാൻ ഈ കാര്യങ്ങൾ പേഷ്യൻസ് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. കാരണം അത് ഞാൻ വിചാരിക്കുന്നത് അവർക്ക് ഓൾറെഡി ഡിസീസസ് ഉണ്ട്, കുറച്ച് എരിവ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബേണിങ് വരാമെന്നാണ്. പിന്നെ ഡിസീസിൻ്റെ സിംറ്റം ആയിട്ടും ഇപ്പോൾ ഹെമറോയിഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ, പൈൽസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ബേണിങ്, ഇച്ചിങ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. പിന്നെ ചില സമയത്ത് ഡീഹൈഡ്രേഷൻ വരുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ, ഭക്ഷണത്തിലെ ഫൈബർ കണ്ടന്റ് കുറയുമ്പോഴൊക്കെ ഡിസീസിന് ഒരു എഗ്രവേഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഡയറ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു ചെറിയ ചേഞ്ച് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം റീസർച്ച് പഠനങ്ങൾ എല്ലാം നമ്മൾ നോക്കുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി മനസ്സിലാവുന്നത്. കാരണം മിക്കവാറും നമ്മളോട് പേഷ്യൻസ് പറയുന്ന കാര്യം, ഇവർക്ക് ഒരു പ്രത്യേക എരിവുള്ള സ്പൈസി ആൻഡ് ഫാറ്റി ഫുഡ് കഴിച്ച സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നാണ്. അപ്പോൾ നമ്മൾ ഡിസീസിന് ഇത് പറ്റില്ല, ഈ ഒരു അസുഖമുള്ള ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റിനൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് ഈ എരിവ് പറ്റില്ല എന്നുള്ളൊരു നിഗമനത്തിൽ മാത്രം എത്തുക. പക്ഷെ അതിനും അപ്പുറത്ത് ക്യാപ്സൈസിൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ക്യാപ്സൈസിൻ പ്രത്യേകിച്ച് ഫാറ്റി ഫുഡ്, ഇപ്പോൾ ചിക്കൻ എരിവുള്ളത് കഴിക്കുകയാണെങ്കിൽ ഫാറ്റും അതിലുണ്ട്, എരിവും ഈ ക്യാപ്സൈസിനും ഉണ്ട്. അപ്പോൾ ഗട്ട് ഹെൽത്ത് വളരെ പ്രശ്നത്തിലാക്കും. ഇങ്ങനെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരിൽ അത് ഭയങ്കരമായ ബേണിങ്, വല്ലാത്തൊരു പുകച്ചിൽ അവർ ഉണ്ടാക്കും. വയറിലും പുകച്ചിൽ വരും, ലോവർ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിലും പുകച്ചിൽ വരും. നമ്മൾ അപ്പർ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യും, ലോവർ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ അത് ബേണിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ക്യാപ്സൈസിൻ ഉണ്ടാക്കുന്നത് ആണ് യഥാർത്ഥ കാരണം. ഈ ഒരു പ്രശ്നം ഇതൊരു അക്യൂട്ട് എപ്പിസോഡ് വരെ പറഞ്ഞ, അങ്ങനെ ഒരു അറ്റാക്ക് പോലെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പുകച്ചിൽ വരുന്ന സമയത്ത് അവർ വിചാരിക്കും നെഞ്ചുവേദന, അങ്ങനത്തെ കാര്യങ്ങളിൽ വരെ ആങ്സൈറ്റി വരാം. ആങ്സൈറ്റി മാത്രമല്ല, പല ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രസൻറ്റേഷൻസും നെഞ്ചരിച്ചിലായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്കത് റൂൾ ഔട്ട് ചെയ്യേണ്ട ആവശ്യകതയും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ക്യാപ്സൈസിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മളെ ചുവന്ന മുളകിലാണ് ഈ ക്യാപ്സൈസിനുള്ളത്. അത് സാധാരണ ആൾക്കാർക്ക് കഴിക്കാം, പ്രശ്നമില്ല. പക്ഷേ ഗട്ട് ഹെൽത്ത് കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചുവന്ന ഈ മുളക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുക. കാരണം അത് ബ്ലോട്ടിങ് ഉണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ ഇൻഫ്ലമേഷൻ്റെ രൂപത്തിൽ ഉണ്ടാക്കും. അപ്പോൾ ബേണിംഗ് ആയിട്ട് ഭയങ്കര ബേണിങ്ങും അതുപോലെ ഹീറ്റും ഉണ്ടാക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെറും ഒരു പുകച്ചിലല്ല, നമുക്ക് എക്സ്റ്റേണലി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഹീറ്റ് ഉണ്ടാക്കാം. അതുകൂടാതെ ചില സന്ദർഭങ്ങളിൽ ഈ ഒരു വസ്തു നമ്മുടെ രക്തത്തിലേക്ക് ചെല്ലുകയും അത് അബ്സോർബ് ചെയ്യപ്പെടുകയും അവ യൂറിനിൽ വേറൊരു തരത്തിലുള്ള ഒരു സ്മെല്ലുണ്ടാകും, ഒരു കെമിക്കൽ സ്മെല്ലുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ക്യാപ്സൈസിന് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാവർക്കും പ്രോബ്ലം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ചില ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ വളരെ സിവിയർ ആയിട്ട് അവർക്ക് സീരിയസ് ആയിട്ടൊരു അസുഖം വന്ന ഒരു പ്രതീതി ഉണ്ടാക്കും. അത് പാനിക് ആവാനുള്ള കാരണവുമാകും. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചുവന്ന മുളകിലുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവർക്ക് സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം. അവർക്ക് തീർച്ചയായിട്ടും സ്പൈസി ഫുഡ് കഴിക്കാം, പക്ഷെ അവർക്ക് ടെർമറിക് യൂസ് ചെയ്യാം, മല്ലി യൂസ് ചെയ്യാം, മറ്റ് ഇൻഗ്രീഡിയൻസ് അതായത് ഉള്ളി, അങ്ങനെ വസ്തുക്കളെല്ലാം ചേർത്ത് തീർച്ചയായിട്ടും ഫാറ്റി ഫുഡും കഴിക്കാം. ഈ ഒരു ക്യാപ്സൈസിൻ ഉള്ളത് മുളകിൽ മാത്രമാണ്. റെഡ് ചില്ലിയിലാണ് മെയിൻലി ഉള്ളത്, മറ്റു മുളകളിലും ഉണ്ടാവും. പക്ഷെ റെഡ് ചില്ലിയിൽ ഉണ്ടാകുമ്പോഴാണ് ഇത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മളതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂ നോക്കുന്ന സമയത്ത് റെഡ് ചില്ലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇത് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ആകുമ്പം അവർ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, നല്ലതായിരിക്കും. കാരണം ഇത് ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡയറ്റിങ്ങിലാണെങ്കിലും സെയിം ഇഫക്റ്റ് ഉണ്ടാവാം.
അതായത് നമ്മൾ ഗട്ട് ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിൽ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്റ്റിൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റ് അടിഞ്ഞുകൂടും. നമ്മൾ ഡൈജഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ മോശമായ തലത്തിൽ ആക്കിയിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ക്ലിയറായി വരുന്ന ഒരവസ്ഥയിൽ, നല്ല ഫുഡ് മാത്രം കഴിച്ച് ക്ലിയറായി വരുന്ന അവസ്ഥയിൽ ആണ് ഇത്രയും സ്പൈസി ആയ ഒരു ഫുഡ്, പ്രത്യേകിച്ചും ക്യാപ്സൈസിൻ ഇൻഗ്രീഡിയൻ്റ് എടുക്കുന്നതെങ്കിൽ അവർക്ക് ബ്ലോട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റൊമക്കിൽ ബേണിങ്ങും ഒക്കെ ഫീൽ ചെയ്യാം. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു കാര്യം. കാരണം നമ്മൾ നോർമൽ ഫുഡിൻ്റെ കൂടെ ഒരു കുറഞ്ഞ എമൗണ്ടിൽ അത് യൂസ് ചെയ്താൽ പ്രശ്നമല്ല. പ്രത്യേകിച്ചും ഫാറ്റി ഫുഡിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയ തോതിലുള്ള ഒരു എക്സസർബേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ക്യാപ്സൈസിൻ എന്ന ഇൻഗ്രീഡിയൻ്റ് ഉള്ള വസ്തുക്കൾ, പ്രത്യേകിച്ചും പലതരത്തിലുള്ള മുളകുകൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മല്ലി അതുപോലെ തന്നെ ടേമറിക് ഏത് കറികളിലോ മറ്റു ഭക്ഷണ വസ്തുക്കളിലോ ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രശ്നം ഉണ്ടാവില്ല. കീപ്പ് ഓൺ വാച്ചിങ് സാംസർ വെൽനസ്.